ലോകം വളരെ വേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. AI പോലുള്ള സാങ്കേതിക വിദ്യയുടെ കടന്നുവരവോടുകൂടി തൊഴിൽ മേഖലയിലും ഈ മാറ്റം പ്രകടമാണ്. ഫിനാൻസ് സെക്ടർ മേഖലയിൽ കരിയർ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? ഇന്ന് എല്ലാവർക്കും സ്റ്റോക്ക് മാർക്കറ്റ് എന്താണെന്ന് അറിയാം, മ്യൂച്വൽ ഫണ്ട്സ് എന്താണെന്ന് അറിയാം, ഇൻഷുറൻസ് പ്രൊഡക്ട്സ് അറിയാം. ഇതെല്ലാം മാറിയിട്ട് ഇപ്പം സാധാരണ രീതിയിലുള്ള ഒരു ഓപ്പറേഷൻസ് ചെയ്ത് പറ്റില്ല. എല്ലാവരും എക്സ്പേർട്സ് ആയിട്ട് മാറണം. ഒരു സെൻറ്റർ ഫോർ എക്സലൻസ് ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു സമയം ആയിട്ട് മാറിയിട്ടുണ്ട്. AI എന്ന് പറയുന്നത് വിൽ ഡെഫിനറ്റ്ലി റീപ്ലേസ് ലോട്ട് ഓഫ് ജോബ്സ്. ബട്ട് വിച്ച് ജോബ്സ്? എല്ലാം ഈ ബാക്ക് എൻഡ് ജോബ്സ് ആണ്. അത് ഡെസ്ക് ജോബ്സ് അല്ലെങ്കിൽ ഓപ്പറേഷണൽ ജോബ്സ് ആയിരിക്കും മോസ്റ്റ്ലി ഇത് റീപ്ലേസ് ചെയ്യാൻ പോകുന്നത്. ബാങ്കിൽ തന്നെ നമ്മളിപ്പോൾ ആരും പോകാറില്ല. എല്ലാവരും ബാങ്കിൽ പോകണമെങ്കിൽ തന്നെ ഒരു ബാങ്കർ വരണം എന്നുണ്ടെങ്കിൽ തന്നെ ദേ ഹാവ് ടു റീപൊസിഷൻ ദംസെൽസ് ആസ് എ ഫിനാൻഷ്യൽ അഡ്വൈസർ. സോ ഇങ്ങനെ ഒരു കാഴ്ചപ്പാടിലേക്കാണ് ജോബ് മാർക്കറ്റ് മാറാൻ പോകുന്നത്. എല്ലാവരും ആഗ്രഹിക്കുന്നത് ഒരു ജോലിയിലേക്കാണോ അതോ ഒരു കരിയറിലേക്കാണോ? ഭൂരിഭാഗം നമ്മളെപ്പോഴും കാണുന്നത് ഒരു ജോലിയാണ്. അപ്പോൾ കരിയർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ലോങ് ടൈം ഒരു തോട്ട് പ്രോസസ്സാണ്. ജോലി എന്ന് പറയുന്നത് എപ്പോഴും താൽക്കാലികമാണ്. നമുക്കൊരു ജോലി കിട്ടും, അത് നാളെ കാണണമെന്ന് നിർബന്ധമില്ല. ആർ വി ലുക്കിംഗ് ഫോർ എ ജോബ് ഓർ ആർ വി ലുക്കിംഗ് ഫോർ എ കരിയർ? ഒരു UGയോ PGയോ ഉണ്ടെങ്കിൽ അതൊരു എൻട്രി പാസ് മാത്രമാണ് ഒരു കരിയറിലേക്ക് എൻ്റർ ചെയ്യുക. അതൊരിക്കലും നമ്മളെ ജോബ് റെഡി ആക്കുന്നില്ല. AI എന്ന് പറയുന്നത് ജോലികൾ ഇല്ലാതാക്കുമെന്നൊരിക്കലും പറയാൻ പറ്റില്ല. നമ്മുടെ ജോലികളുടെ എഫിഷ്യൻസിയാണ് കൂട്ടുന്നത്. ആ ഹ്യൂമൻ ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ, ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ, ആ ക്ലയൻറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ എല്ലാ തരത്തിലുള്ള ഗോൾസും മനസ്സിലാക്കി അതിനൊരു സൊല്യൂഷനിലേക്ക് കൊണ്ടെത്തിക്കാൻ ഡെഫിനറ്റ്ലി AIക്ക് സാധിക്കുകയില്ല. അപ്പോൾ ഇവിടെയാണ് ഒരാളുടെ എക്സ്പീരിയൻസ് റെലവൻ്റ് ആവുന്നത്. നമ്മൾ കോവിഡ് കഴിഞ്ഞപ്പോഴാണ് ശരിക്കും ഈ ഒരു ഡിജിറ്റൽ റെവല്യൂഷൻ തന്നെ സംഭവിക്കുന്നത്. ഇപ്പോൾ UPI ട്രാൻസാക്ഷൻസ് ഭയങ്കരമായിട്ട് കൂടി, ഫിൻടെക്കിൻ്റെ വളർച്ച നമ്മൾ കാണുമ്പോൾ ഒരു വലിയൊരു ഫിനാൻഷ്യൽ എക്കോസിസ്റ്റമാണ് ഇന്ന് ഇന്ത്യയിൽ ഇവോൾവ് ചെയ്തിരിക്കുന്നത്. ദിസ് ഈസ് വൈ ഹെഡ്ജ് ബിസിനസ് സ്കൂൾ ഈസ് കംപ്ലീറ്റ്ലി ഫോക്കസിങ് ഓൺ ബാങ്കിങ് ആൻഡ് ഫൈനാൻഷ്യൽ സർവീസസ്. കോഴ്സിന്റെ ഡ്യൂറേഷൻ എങ്ങനെയാണ്? 1.5 വർഷമാണ്. ക്ലാസ് റൂമുകളിനകത്ത് മാത്രം ഒതുങ്ങിക്കൊണ്ട് നിൽക്കുന്ന ഒരു ട്രെയിനിങ് പ്രോസസ്സല്ല എൻ്റയർ പ്രോഗ്രാം ഞങ്ങൾ ഫോളോ ചെയ്യുന്നത്. ആദ്യത്തെ ഒരു വർഷം ശരിക്കും പറഞ്ഞാൽ ഇവർ സർട്ടിഫൈഡ് ഫൈനാൻഷ്യൽ പ്ലാനർ എന്ന് പറഞ്ഞ സർട്ടിഫിക്കേഷനിലായിരിക്കും അവർ എടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ അവർ MBAയും പല യൂണിവേഴ്സിറ്റീസുമായിട്ട് ഞങ്ങൾ ടാഗ്ഡ് ആണ്. അവർക്ക് ഇഷ്ടമുള്ള യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്ത് അതിൻ്റെ കൂടെ തന്നെ MBAയും കംപ്ലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഏത് PG ആണോ അവർക്ക് കംപ്ലീറ്റ് ചെയ്യാം. 1 ഇയർ കഴിയുമ്പോൾ അവരുടെ പ്രാക്ടിക്കൽ തുടങ്ങുന്നു. ആ പ്രാക്ടിക്കലിൻ്റെ സമയത്താണ് ഞങ്ങൾ സ്റ്റൈപ്പൻഡ് കൊടുക്കുന്നത്. അത് ഏകദേശം അപ് ടു 20,000 പെർ മന്ത് ആണ് ഈ പ്രോഗ്രാമിലൂടെ കുട്ടികൾക്ക് ലഭിക്കുന്നത്. വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒരുപാട് പൈസ കളയാതെ അവരുടെ പഠിക്കുന്നതോടൊപ്പം തന്നെ അവർക്ക് ഏൺ ചെയ്യാനുള്ളൊരു അവസരവും ഇതിൻ്റെ കൂടെ തന്നെ ലഭിക്കുകയാണ്. പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ലഭിക്കുന്നത്, ഒന്ന്, അവരുടെ MBA കംപ്ലീറ്റ് ചെയ്യുമ്പോൾ MBA ഡിഗ്രി ലഭിക്കുന്നു. രണ്ടാമത് CFP കംപ്ലീറ്റ് ചെയ്യുമ്പോൾ സർട്ടിഫൈഡ് ഫൈനാൻഷ്യൽ പ്ലാനർ. അത് 28 കൺട്രീസിൽ അക്രഡിറ്റേഷനുള്ള സർട്ടിഫിക്കേഷനാണ്. വൺ ഓഫ് ദ മോസ്റ്റ് വാല്യുബിൾ സർട്ടിഫിക്കേഷൻ ഇൻ ഫൈനാൻഷ്യൽ സർവീസസ് അത് ലഭിക്കുന്നു. ഇതിൻ്റെ കൂടെ തന്നെ അവർക്ക് ഇൻറ്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റ് ലഭിക്കുകയാണ്. 1.5 വർഷത്തെ ഇൻറ്റേൺഷിപ്പ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അവർക്ക് ലഭിക്കുകയാണ്. ഡെഫിനറ്റ്ലി ഇവർ ഇതിനേക്കാൾ ബെസ്റ്റ് ഒരു കാൻഡിഡേറ്റ് ഒരു ഇൻ്റർവ്യൂവിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. ഫ്രണ്ട് എൻഡ് ജോബ്സ് ആണ് മെയിൻലി ഇതിലൂടെ വരുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫൈനാൻഷ്യൽ ഡോക്ടർ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഉള്ള പ്രൊഫൈലാണ്. പല പ്രൊഫൈലുകളിൽ കയറാം. വെൽത്ത് മാനേജേഴ്സായിട്ട് കയറാം, ഫൈനാൻഷ്യൽ പ്ലാനേഴ്സായിട്ട് കയറാം, ഫൈനാൻഷ്യൽ കൺസൾട്ടൻറ്റ്സ് ആയിട്ട് കയറാം, ബാങ്കിങ്ങിലാണെങ്കിൽ പ്രൊബേഷണറി ഓഫീസറായിട്ട് കയറാം, ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസേഴ്സായിട്ട് കയറാം. അങ്ങനെ പല സെഗ്മെൻറ്റുകൾ ഇവർക്ക് തുറന്നു കിടക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ കരിക്കുലത്തിൽ ഞങ്ങൾ സോഫ്റ്റ് സ്കിൽസിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഒന്ന്, ലീഡർഷിപ്പ്, അതേപോലെ തന്നെ പ്രോബ്ലം സോൾവിങ് സ്കിൽസ്, അതേപോലെ റെസിലിയൻസ്. ഈ 3 കാര്യങ്ങളാണെന്ന് ടോപ്പ് വാല്യൂഡ്. കാരണം ഇത് AIക്ക് റീപ്ലേസ് ചെയ്യാനും പറ്റില്ല. ഡിഗ്രി 50% മാർക്സ് ഉള്ള ഏതൊരു വിദ്യാർത്ഥിക്കും, ഏതൊരു കരിയർ ആസ്പിറൻറ്റിനും ഈ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാം. ഒരു ജോലിയേക്കാൾ ഉപരി ഇതൊരു കരിയറാണ് ഞാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് അവർക്കുള്ള ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രോഗ്രാം ആയിരിക്കുമെന്നാണ് ഞങ്ങളുടെ പൂർണ്ണമായ വിശ്വാസം. ഞാൻ MBA ഡിഗ്രിക്ക് ശേഷം മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസിന് കൺഫ്യൂഷൻ ഉള്ള പോലെ തന്നെ എനിക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഏത് കോഴ്സ് ജോയിൻ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്ത് ഹെഡ്ജ് സ്കൂളിലെ MBA പ്രോഗ്രാം ആയിരുന്നു. കൂടെ തന്നെ ഞാൻ സർട്ടിഫിക്കേഷനും, അതായത് ഈ ഒരു വെൽത്ത് മാനേജ്മെൻറ്റ് ഫീൽഡിലേക്ക് വേണ്ട സർട്ടിഫിക്കേഷനും ഞാൻ എഴുതിയെടുത്തിരുന്നു. ആസ് എ വെൽത്ത് മാനേജർ ഞാനിവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ക്ലയൻസിന് ഒരു ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുക. അതായത് അവരുടെ ഒരു ഫിനാൻഷ്യൽ ഹെൽത്ത് ചെക്കപ്പ്, അവരുടെ എന്തൊക്കെയാണ് ഗോൾസ് ഉള്ളത്, അതിൻ്റെയൊക്കെ പ്രോപ്പറായിട്ടൊരു ക്ലാരിറ്റിയുടെ ബേസിൽ നമ്മൾ കറക്റ്റായിട്ട് എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് സജസ്റ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇൻഷുറൻസ് കവറേജ് ഒക്കെ കറക്റ്റായിട്ട് വരുന്നുണ്ട് എന്നൊരു പ്രോപ്പർ പ്ലാനിങ്, ഒരു ഫിനാൻഷ്യൽ ഹെൽത്ത് ചെക്കപ്പ് പോലെ നമ്മൾ ചെയ്തിട്ട് അവർക്ക് പ്രോപ്പറായിട്ട് നമ്മൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഇങ്ങനെ ഒരു പ്രോപ്പർ ഒരു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ഒരു വെൽത്ത് മാനേജ്മെൻ്റ് ആണ് നമ്മളിവിടെ ആസ് എ വർക്കിലും ഞാനിവിടെ കറൻ്റ്ലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. Doing an internship at Head School, how has it helped me is
the more practical approach rather than going through theory or doing random tasks and getting that completed. What helped me was all those practical knowledge is what is bearing fruits right now with my interactions with clients and now having a team of my own. So all the team members who pass out from Head School of Applied Economics join the Vanguard team. So it's more easier for me and I know what they have come through and it's easier to get them trained and to the next level and also with my set of client interactions. അതുപോലെ തന്നെ ഇതൊരു ഇൻഡസ്ട്രി ഇൻറ്റിഗ്രേറ്റഡ് പ്രോഗ്രാം ആണെങ്കിലും ക്യാമ്പസിൻ്റെ പല ഫണ്ട് എലമെൻറ്റുകളും ഞങ്ങൾ ഈ പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം വർഷത്തിൽ ഇവർക്കൊരു കൾച്ചറൽ ഫെസ്റ്റ് ഉണ്ട്, അതിനെ ഞങ്ങൾ ഇഗ്നൈറ്റ് എന്നാണ് പറയുന്നത്. സ്പോർട്സ് വർഷത്തിലൊരിക്കൽ നടക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ ഹെഡ്ജ് ക്ലബ്ബുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള പലതരത്തിലുള്ള പോഡ്കാസ്റ്റുകൾ, ഇൻഡസ്ട്രി ഇൻട്രാക്ഷൻസ് ഇവർക്കിവിടെ ഈ കുട്ടികൾക്ക് ഇതിൻ്റെ കൂടെ തന്നെ ലഭിക്കുന്നു. ഞങ്ങൾ ഹ്യൂമൻ റിസോഴ്സ് ലൈബ്രറി മന്ത്ലി കണ്ടക്ട് ചെയ്യുന്നുണ്ട്. വിമൻ ആൻഡ് വെൽത്ത് എന്ന് പറയുന്നൊരു പ്രോഗ്രാം, വിമൻ എംപവർമെൻറ്റ് പ്രോഗ്രാം ഈ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ഈ വിദ്യാർത്ഥികൾക്ക്, ഈ 1.5 വർഷത്തെ പ്രോഗ്രാമിലൂടെ പോകുന്ന വിദ്യാർത്ഥികൾക്ക് ഇതൊക്കെ ഒരു അഡീഷണൽ എക്സ്പോഷറാണ് ലഭിക്കുന്നത്.